Hi guys, welcome back to online class of University Institute. I am SKP, I am your physics teacher. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഇൻഡയറക്ട്സ് മെത്തേഡ് ആയിരുന്നു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. എന്തൊക്കെയായിരുന്നു അത്? നമ്മൾ ഒരു ആക്സസിബിൾ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് കാണാൻ പഠിച്ചു. അത് കഴിഞ്ഞ് ഇൻആക്സസിബിൾ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് കാണാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാരലാക്സ് മെത്തേഡ്, എന്താണ് പാരലാക്സ്, അതൊക്കെ പറഞ്ഞു തന്നു. ആ ഒരു സെക്ഷൻ നിങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഇന്നൊരു പുതിയ ഒരു സെഷനുമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു കിടിലൻ ടോപ്പിക്കാണ് ഡയമെൻഷണൽ അനാലിസിസ്. ഈ ഡയമെൻഷണൽ അനാലിസിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത്, വളരെ പണ്ട് കാലത്ത് 1800-കളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ, ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷണൽ ഫോർമുലാസ് ഉണ്ടാക്കാൻ പറ്റും. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഫോർമുല ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ചെക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അത് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണെന്ത് ഈ ഡയമെൻഷണൽ അനാലിസിസ്. ഒരുപാട് അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ അതുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഡയമെൻഷണൽ അനാലിസിസ് എന്താന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഡയമെൻഷൻസ് എന്താന്ന് അറിയണം. ഡയമെൻഷൻസ് എന്താന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സ്ട്രക്ചർ മനസ്സിലാക്കണം. അത് ഞാൻ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞതായിരുന്നു. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു നിരവധി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് അകത്തുണ്ട് നിറയെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഉണ്ട്. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ പല രീതിയിൽ കൂട്ടിയിണക്കിയാണ്, മൾട്ടിപ്ലൈ ചെയ്തും ഡിവൈഡ് ചെയ്തും പല രീതിയിൽ കൂട്ടിയിണക്കിയാണ് നമ്മൾ എന്തുണ്ടാക്കിയിരിക്കുന്നത്, ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് അകത്ത് കിടക്കുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ പവേഴ്സിനെ പറയുന്ന പേരാണ് ഡയമെൻഷൻസ്. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അകത്ത് ഒരുപാട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഉണ്ടാവും. ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളൊക്കെ എത്രയാണ് എന്റെ പവർ, ആ പവറിനെ പറയുന്ന പേരാണ് എന്ത്, ഡയമെൻഷൻസ്. ശ്രദ്ധിക്കുക. Dimensions of a physical quantity are the powers to which the base quantities are raised to represent that physical quantity. എന്താണ്? Dimensions of a physical quantity are the powers to which the base quantities are raised to represent that physical quantities. Base quantities means fundamental quantities. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് അതിനകത്ത് കിടക്കുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ എന്താണ്, പവർ ആണെന്ന്. നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ എപ്പോൾ കാണിച്ചു തരാം. നോക്കൂ. ഇപ്പോ യൂണിറ്റ് ഓഫ് ഫോഴ്സ്. എന്താണ് യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ന്യൂട്ടൺ എന്ന് പറയില്ലേ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ന്യൂട്ടൺ ആണ് എന്തിന്റെ യൂണിറ്റ്? ഫോഴ്സിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കുഴപ്പമില്ലല്ലോ, ശ്രദ്ധിക്കുക. അപ്പൊ അത് കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും യൂണിറ്റ് ആണ് എഴുതാൻ പറ്റുക? അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2. ഓക്കെ, ഈ പറഞ്ഞത് തന്നെയാണ് എന്ത് ഈ എഴുതിയിരിക്കുന്നത്, കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ആരാ? അത് മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അത് ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ. സെക്കൻഡ് ആരാണ്? ടൈമിന്റെ യൂണിറ്റ് ആണ്. എത്രയാണ് ഇതിന്റെ പവറുകൾ? കിലോഗ്രാമിന്റെ പവർ 1, മാസിന്റെ പവറോ അതും 1, സെക്കൻഡിന്റെ പവറോ -2. ഈ 1, 1, -2 ഇല്ലേ, ഈ പവറുകളെ പറയുന്ന പേരാണ് ഡയമെൻഷൻസ്. ഓക്കെ, അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് മാസിൽ ഒരു ഡയമെൻഷൻ, ലെങ്ത്തിൽ ഒരു ഡയമെൻഷൻ, ടൈമിൽ -2 ഡയമെൻഷൻ. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ആര്? ഫോഴ്സ്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ 1, 1, -2 അതാണ് ഞാൻ പറഞ്ഞത്. ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് ടു വിച്ച് ബേസ് ക്വാണ്ടിറ്റീസ് ആരാണ്? മാസ്, ലെങ്ത്, ടൈം, അതൊക്കെയാണ് ബേസ് ക്വാണ്ടിറ്റീസ്. 7 ആൾക്കാരുണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് 7 ആൾക്കാരുണ്ട്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് അകത്ത് കിടക്കുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ പവറിനെ പറയുന്ന പേരാണ് എന്ത്? ഡയമെൻഷൻസ്. 1, 1 and -2. ഓക്കെ, ഇനി വേറെ നോക്കട്ടെ നമുക്ക്. യൂണിറ്റ് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയുടെ യൂണിറ്റ് ആരാ? മീറ്റർ പെർ സെക്കൻഡ് എന്നല്ലേ പറയാ. അതൊന്നിങ്ങനെ മാറ്റി എഴുതിയാൽ മീറ്റർ സെക്കൻഡ് റേസ് ടു -1. ഓക്കെ, അപ്പൊ മീറ്ററിന്റെ പവർ എത്രയാണ്? 1, സെക്കൻഡിന്റെ പവർ എത്രയാണ്? 1. അപ്പോ ഈ വെലോസിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് 2 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചാണ്.
ഒന്ന് ആരാണ്? ലെങ്ത്. മീറ്റർ കണ്ടാൽ ലെങ്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ ആരാണ്? സെക്കൻഡ്. സെക്കൻഡ് കണ്ടാൽ ടൈം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ലെങ്ത്തിന്റെ പവർ എത്രയാണ്? 1. ഈ ടൈമിന്റെ പവർ എത്രയാണ്? -1. അപ്പൊ ഞാൻ പറയും ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിരിക്കുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇല്ലേ, അതിന്റെ യൂണിറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതെല്ലാം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് അകത്ത് കിടക്കുന്നത്. അതിന്റെ ഈ പവേഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഡയമെൻഷൻസ്. അപ്പൊ ഡയമെൻഷൻസ് എന്താ മനസ്സിലായല്ലോ? ഓക്കെ. ഇപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് വേണ്ട ഡയമെൻഷൻസ് ആയിരിക്കില്ല വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് വേണ്ട ഡയമെൻഷൻസ്. ഇപ്പോൾ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനകത്ത് ഈ പറഞ്ഞ ഒരേ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉണ്ടാവും, പക്ഷേ അതിന്റെയൊക്കെ ഡയമെൻഷൻസ് വേറെ വേറെ ആയിരിക്കും. ഇപ്പൊ നോക്ക്, ഫോഴ്സിന് കിലോഗ്രാം ഉണ്ട്, മാസ് ഉണ്ട്, പക്ഷെ ഈ വെലോസിറ്റിക്ക് എന്തില്ല? മാസ് ഇല്ല. ഓക്കെ. പക്ഷെ രണ്ടുപേർക്കും എന്തുണ്ട്? ലെങ്ത്തും ടൈമും ഉണ്ട്. പക്ഷെ ഇതില് ലെങ്ത്തിന്റെ പവർ 1 ആണ്, ഇതിന് ലെങ്ത്തിന്റെ പവർ 1 ആണ്. പക്ഷെ ഇവിടെ ടൈമിന്റെ പവർ -2 ആണ്, ഇവിടെ ടൈമിന്റെ പവർ എത്രയാണ്? -1 ആണ്. അപ്പൊ ഡയമെൻഷൻസ് മാറിപ്പോ. ഫിസിക്കൽ ക്വാണ്ടിറ്റി മാറുമ്പോൾ ഉറപ്പായിട്ട് ആരും മാറും? അതിന്റെ ഡയമെൻഷൻസ് മാറും. ശ്രദ്ധിക്കുക. 7 dimensions of world. നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം, കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി. ഇത് ഞാൻ ഫസ്റ്റ് സെക്ഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. 7 ഡയമെൻഷൻസ് ഉണ്ട്, 7 നിറങ്ങളുണ്ട്, അതുപോലെ എന്താണ് 7 അത്ഭുതങ്ങളുണ്ട്, അതുപോലെ 7 ഡയമെൻഷൻസ്, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണെന്ത്? 7 dimensions of world. ഓക്കെ. ഇനി നമ്മുടെ ഈ ഡയമെൻഷൻ അനാലിസിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന ചില പ്രത്യേക രീതിയിലാണ്. നോക്കട്ടോ, ഈ മാസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി എങ്ങനെയാ വെച്ചാൽ എം എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ഇടും, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. ഓക്കെ. ലെങ്ത്തിന് നമ്മൾ കൊടുക്കുന്ന രീതി എന്താ വെച്ചാൽ എൽ എന്നിടും, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. ടൈമിന്റെ രീതി എങ്ങനെയാ വെച്ചാൽ ടി എന്ന് കൊടുക്കും, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. കറന്റ് എങ്ങനെയാന്ന് വെച്ചാൽ ആംബിയറിന്റെ എ കൊടുക്കാം, അല്ലെങ്കിൽ ഐ എന്നും കൊടുക്കാം. ഓക്കെ. ടെമ്പറേച്ചർ എങ്ങനെയാ ചെയ്യേണ്ടത് വെച്ചാല് കെൽവിൻ എന്ന് കെ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ തീറ്റ എന്നും കൊടുക്കാം. ഓക്കെ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ അതിന്റെ യൂണിറ്റ് ആയ മോളില്ലേ, മോൾ, അതാണ് ഇങ്ങനെ കൊടുക്കാറ്. കണ്ടല്ലോ. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റിന്റെ പേര് കാൻഡില എന്നാണ് എന്റെ യൂണിറ്റ്. എന്താണ്? ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റിന്റെ പേരാണ് കാൻഡില. ഈ കാൻഡിലയുടെ സി ഡി എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ സി ഡി എന്നാണ് അതിന് ഉപയോഗിക്കുക. ലൂമിനസ് ഇന്റൻസിറ്റി കാര്യമായിട്ട് നമുക്ക് പഠിക്കാൻ ഉൾപ്പെടുന്ന ഒരു വിഷയമല്ല, അതുകൊണ്ട് അത് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ എല്ലാ ഈ പറഞ്ഞിരിക്കുന്ന ലെറ്ററുകളും മനസ്സിലാക്കി വെക്കുക. മാസിന് എം, ലെങ്ത്തിന് എൽ, ടൈമിന് ടി. ടൈമിനും ടെമ്പറേച്ചറും പറയുമ്പോൾ ടൈമിന് ക്യാപിറ്റൽ ലെറ്റർ ടിയും ടെമ്പറേച്ചറിന് കെൽവിന്റെ കെയുമാണ് കൊടുക്കുന്നത്. ഇത് തമ്മിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ ഓരോ ലെറ്ററും പഠിച്ചു വെക്കുക. പണ്ട് ന്യൂട്ടന്റെ കാലത്ത് ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ ഡയമെൻഷൻ അനാലിസിസ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ടുള്ള ഓരോ ലെറ്ററും മനസ്സിലാക്കണം. ഇനി നമ്മുടെ മാസിന് എന്നും, ലെങ്ത്തിന് എന്നും, ഈ പറഞ്ഞ കറണ്ടിന് ഐ എന്നും, ഈ പറഞ്ഞ ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില എന്നും അങ്ങനെയൊക്കെ കൊടുക്കുള്ളൂ. ഓക്കെ. അടുത്ത് നോക്കാം. ഡയമെൻഷണൽ ഫോർമുല. എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല എന്ന് വെച്ചാൽ അതൊരു എക്സ്പ്രഷനാണ്. ആ എക്സ്പ്രഷൻ കണ്ടാൽ ഇതിനകത്ത് ഏതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഉണ്ട്, എത്രയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഒരു ഡയമെൻഷണൽ ഫോർമുല കണ്ടാൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇതിനകത്ത് ഏതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഉണ്ട്. മാസ്, ലെങ്ത്, ടൈം, കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. ഈ 7 ആൾക്കാരിൽ ആരൊക്കെ ഉണ്ട്, അത് എത്രയൊക്കെ ഉണ്ട്, അതിന്റെ പവർ എത്രയാണ്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷൻ ആണ് എന്ത്? ഡയമെൻഷണൽ ഫോർമുല. ശ്രദ്ധിക്കുക. It is an expression which shows how and which of the fundamental quantities used to represent that physical quantity. സിമ്പിൾ ആയിട്ട് ഒരു ഫോർമുല ഉണ്ടായി കാണിച്ചിട്ട് ശ്രദ്ധിക്കുക. യൂണിറ്റ് ഓഫ് ഫോഴ്സ്. എന്തായിരുന്നു യൂണിറ്റ് ഓഫ് ഫോഴ്സ്? നേരത്തെ ഞാൻ പറഞ്ഞു കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മുകളിൽ പോകുമ്പോൾ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 ഉണ്ടല്ലോ. ഇനി ഞാൻ പറയാൻ വേണ്ടി പോണത് ഈ പറഞ്ഞിരിക്കുന്ന ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല. ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുലയാണ്. അപ്പൊ നമ്മൾ അതിനെ കൊടുക്കണം. നമ്മള് ഫോഴ്സ്
ഇങ്ങനെ കാണിച്ച അർത്ഥം നമ്മൾ ഫോഴ്സ് എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല കാണുന്നത്. ഇപ്പൊ ഒരാൾ ഫോഴ്സ് മെഷർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ മെഷർ ചെയ്യുക? ഫോഴ്സ് ഈക്വൽ ടു ഒരു 10 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നോ അല്ലെങ്കിൽ ന്യൂട്ടൺ എന്നോ പറയില്ലേ? ഇതെന്താണ്? Q ഈക്വൽ ടു NU എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് എന്താണ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതല്ല ഇതിന്റെ അർത്ഥം. ഇതെന്താണ്? ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് ഫോഴ്സിന്റെ എന്താണ്? ഡയമെൻഷണൽ ഫോർമുലയാണ്. ഓക്കെ, അപ്പൊ ഈ ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കാണാൻ പറ്റുക? നോക്കൂ, കിലോഗ്രാം അതിന്റെ പവർ എത്രയാണ്? 1. മീറ്റർ അതിന്റെ പവർ എത്രയാണ്? 1. സെക്കൻഡ് അതിന്റെ പവർ എത്രയാണ്? -2. ഈ കിലോഗ്രാം എന്ന് പറഞ്ഞ ആരാ? അതൊരു മാസിന്റെ യൂണിറ്റ് അല്ലേ? അപ്പൊ M ഉണ്ട്. ഇനി ലെങ്ത് ആരാണ്? മീറ്റർ ലെങ്ത് അല്ലേ? അപ്പൊ L ഉണ്ട്. സെക്കൻഡ് ടൈം അല്ലേ? അപ്പൊ T ഉണ്ട്. ഓക്കെ, മാസിന് ഉപയോഗിക്കുന്ന ലെറ്റർ ആരാണ്? M. ലെങ്ത്തിന് ഉപയോഗിക്കുന്ന ലെറ്റർ ആരാണ്? L. ടൈമിന് ഉപയോഗിക്കുന്ന ലെറ്റർ ആരാണ്? T. ഇനി എത്രയാണ് അതിന്റെ പവറുകൾ? 1 1 1 1 -2. കുഴപ്പമില്ലല്ലോ. ഈ പവർ 1 ആണെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ഫോർമുല എങ്ങനെ എഴുതാൻ പറ്റും? mLT⁻². ഇതാണ് ഫോഴ്സിന്റെ എന്ത്? ഡയമെൻഷണൽ ഫോർമുല. ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ആഹാ, ഈ ഫോഴ്സിനകത്ത് ആരുണ്ട്? M മാസ് ഉണ്ട്, L ലെങ്ത് ഉണ്ട്, T ടൈം ഉണ്ട്. എത്രയ്ക്കുണ്ട്? മാസിന്റെ പവർ എത്രയാണ്? 1. ലെങ്ത്തിന്റെ പവർ എത്രയാണ്? 1. ടീന്റെ പവർ എത്രയാണ്? -2. അപ്പൊ എമ്മിനെയും എല്ലിനെയും ടീനെയും കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ആര്? നമ്മുടെ ഫോഴ്സ്. അത് എത്രയ്ക്കുണ്ട്? മാസിന് 1, ലെങ്ത്തിന് 1, ടൈമിന് -2. ഇതെല്ലാം കാണിച്ചു തരുന്ന ഒരു എക്സ്പ്രഷന്റെ പേരാണ് ഡയമെൻഷണൽ ഫോർമുല. ഈ ഡയമെൻഷണൽ ഫോർമുലയ്ക്ക് ആരുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ? യൂണിറ്റുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ഒരു യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ, ഓക്കെ, ഇൻ ടൈംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ ടൈംസിലുള്ള യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡയമെൻഷൻ ഫോർമുല സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നോക്കി, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ mLT⁻². അതുപോലെ പറയാൻ പറ്റും. അപ്പൊ ഈ ഡയമെൻഷൻ ഫോർമുലയ്ക്ക് ആരുമായിട്ട് ഒരു ബന്ധമില്ല? ഈ ന്യൂമറിക്കൽ വാല്യൂമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിന് ബന്ധമുള്ളത് ആരുമായിട്ടാണ്? ഈ യൂണിറ്റുമായിട്ടാണ്. ആർക്ക് ബന്ധം? ഈ ഡയമെൻഷൻ ഫോർമുലയ്ക്ക് റിലേഷൻ. ഓക്കെ, ഡയമെൻഷൻ ഫോർമുല ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ആരുണ്ട്? ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, യൂണിറ്റും ഉണ്ട്. ഈ യൂണിറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? നമ്മുടെ ഡയമെൻഷൻ ഫോർമുല. ഓക്കെ, ഇനി ഞാൻ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ ഫോർമുലാസ് കാണിച്ചു തരാം. നിങ്ങൾക്ക് പതുക്കെ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡയമെൻഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല അപ്ലിക്കേഷൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. ഡയമെൻഷണൽ ഫോർമുലാസ് ഓഫ് വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏരിയയുടെ കാണാം. ഏരിയ. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താ? A = L × B എന്ന് പറഞ്ഞാൽ പോരെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ ഏരിയയുടെ ഇക്വേഷൻ. അപ്പൊ ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല കാണാം. ഇങ്ങനെ ഇട്ട് എന്താ അർത്ഥം? നമ്മളിപ്പോ ഏരിയ അല്ല കാണാൻ വേണ്ടി പോണത്, ഏരിയയുടെ ഡയമെൻഷൻ ഫോർമുലയാണ്. ഇത് ഏരിയയുടെ ഇക്വേഷൻ ആണ്. ഇത് ഏരിയയുടെ എന്താണ്? ഡയമെൻഷണൽ ഫോർമുലയാണ്. L എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ലേ? ലെങ്ത് അല്ലേ? L എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയാണ്. അപ്പൊ ലെങ്ത്തിന്റെ എന്താണ്? L എന്നാണ് കൊടുക്കേണ്ടത്. ബിയോ ബ്രെഡ്ത്ത്. ബ്രെഡ്ത്തും ഒരു ലെങ്ത് അല്ലേ? രണ്ടിന്റെ യൂണിറ്റ് മീറ്റർ അല്ലേ? അപ്പൊ അതും L. അപ്പൊ എന്ത് വരും? L × L അഥവാ L². അപ്പൊ ഏരിയയുടെ യൂണിറ്റ് എന്താണ്? L². അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും വോളിയം. ഓക്കെ, അപ്പൊ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഏരിയ എന്താണ്? L² ആണ്. ഏരിയയുടെ യൂണിറ്റ് എന്തായിരുന്നു? മീറ്റർ സ്ക്വയർ എന്നായിരുന്നു. അപ്പൊ അത് എന്ത് വന്നു? L². നിങ്ങൾ എന്തോ ഭീകരമായ സംഭവമാണ് ഡയമെൻഷൻ അനാലിസിസ് എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. കണ്ടല്ലോ, നമ്മളിപ്പോ ഏരിയയുടെ എന്ത് കണ്ടിരിക്കുകയാണ്? ഡയമെൻഷൻ ഫോർമുല കണ്ടിരിക്കുകയാണ്. L². അതിന്റെ യൂണിറ്റ് ആരാണ്? മീറ്റർ സ്ക്വയർ. അടുത്ത് എനിക്ക് കാണേണ്ടത് ആരുടെയാണ്? വോളിയം. ഈ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? വോളിയം = L × B × H. ഓക്കെ, അപ്പൊ വോളിയത്തിന്റെ ഡയമെൻഷൻ ഫോർമുല എങ്ങനെ കാണാൻ പറ്റും? നോക്കിക്കോളൂ. ലെങ്ത്. ഇപ്പൊ വോളിയം എന്ന് പറഞ്ഞു നോക്കട്ടോ. ഇങ്ങനെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നല്ലേ പറയാ. ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്, ഇത് ഹൈറ്റ് ആണെങ്കിൽ ഓക്കെ. അപ്പൊ L × B × H അറിയാലോ. ലെങ്ത് ഒരു ലെങ്ത് ആണ്, ബ്രെഡ്ത്തും ലെങ്ത് ആണ്, ഹൈറ്റും ലെങ്ത് ആണ്. അപ്പൊ എന്ത് കിട്ടും? L3. ഓക്കെ, അപ്പൊ നമുക്ക് വോളിയത്തിന്റെ യൂണിറ്റ് ഓർമ്മയില്ലേ? അത് എത്രയായിരുന്നു? മീറ്റർ ക്യൂബ്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താ? L3. ഇതിന്റെ അർത്ഥം എന്താ? ഏരിയ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഡയമെൻഷൻ ഫോർമുല L² ആണ്. അതായത് അതിന് ലെങ്ത്തിൽ 2 ഡയമെൻഷൻ ഉണ്ട്. വോളിയം പറയുകയാണെങ്കിലോ ലെങ്ത്തിൽ 3 ഡയമെൻഷൻ ഉണ്ട്.
3 ലെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വോളിയം പറയാൻ പറ്റുള്ളൂ. 2 ലെങ്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏരിയയും പറയാൻ പറ്റും. മാസിനോ ടൈമിനോ ഒന്നും ഇവിടെ എന്തില്ല, ഒരു പ്രസക്തിയും ഇല്ല. അടുത്ത നമുക്ക് ആരെ കാണാം? ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? മാസ് ബൈ വോളിയം എന്നല്ലേ പറയാ. മാസ് ബൈ വോളിയം ആണ് എന്താ? ഡെൻസിറ്റി. അപ്പൊ ഞാൻ ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല കാണാൻ വേണ്ടി പോവാണ്. മാസ് ബൈ വോളിയം എന്നാണ് പറയുന്നത്. മാസിന്റെ ലെറ്റർ എന്തായിരുന്നു? എം, ക്യാപിറ്റൽ ലെറ്റർ എം. കുഴപ്പമില്ലല്ലോ. വോളിയത്തിന്റെ എന്താ? തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചാണ് വോളിയത്തിന്റെ എന്താണ്? എൽ ക്യൂബ്. അപ്പൊ ഞാൻ എൽ ക്യൂബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോണ്. ബൈ എൽ ക്യൂബ്. അപ്പൊ എന്ത് കിട്ടും? എം എൽ റേസ് ടു -3. അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്തായിരുന്നു? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം മീറ്റർ ക്യൂബ് മുകളിൽ പോയാൽ കിലോഗ്രാം മീറ്റർ റേസ് ടു -3. അപ്പൊ ഇതാണ് ഡെൻസിറ്റിയുടെ എന്ത്? ഡയമെൻഷണൽ ഫോർമുല. എം എൽ റേസ് ടു -3. ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറയാൻ വേണ്ടി പോണത്, ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഏരിയ പറഞ്ഞു, വോളിയം പറഞ്ഞു, ഡെൻസിറ്റി പറഞ്ഞു. ഇനി സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി പറയാം. സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി രണ്ടുപേർക്കും ഒരേ ഡയമെൻഷൻ ഫോർമുലയാണ്. നോക്കിക്കോളൂ. അപ്പോൾ സ്പീഡിന്റെ അല്ലെങ്കിൽ വെലോസിറ്റി ഇക്വേഷൻ ആണ് എന്ത്? ഡി ബൈ ടി. സ്പീഡ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ. അപ്പൊ നമുക്ക് ഈ സ്പീഡിന്റെ എന്ത് കാണാൻ വേണ്ടി പോവാം? അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല കാണാൻ വേണ്ടി പോവാം. ഡി. ഡി ആരാ? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. രണ്ടായാലും ലെങ്ത് ആണ്. എൽ ബൈ ടി. ഓക്കെ. എൽ ബൈ ടി. ഇത് മോളിൽ പോകുമ്പോൾ എന്ത് വരും? എൽ ടി റേസ് ടു -1. ഓക്കെ. ഇതാണ് എന്തിന്റെ ഡയമെൻഷൻ ഫോർമുല? സ്പീഡിന്റെ ഡയമെൻഷൻ ഫോർമുല. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, ലെങ്ത് ബൈ ടൈം ആണ്. ലെങ്ത്തിന് എൽ എന്ന് കൊടുത്തു, ടി ഇപ്പൊ ടൈമിന് ടി എന്ന് കൊടുത്തു, എൽ ബൈ ടി. ടി മോളിൽ പോകുമ്പോൾ എൽ ടി റേസ് ടു -1. ഇതിന്റെ യൂണിറ്റ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മീറ്റർ പെർ സെക്കൻഡ് എന്നല്ലേ പറയാം. ഈ മീറ്റർ പെർ സെക്കൻഡിനെ ഓർ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റില്ലേ? എം എസ് റേസ് ടു -1, എൽ ടി റേസ് ടു -1. യൂണിറ്റ് കണ്ട ആരെ പറയാൻ പറ്റും? ഡയമെൻഷൻ ഫോർമുല പറയാൻ പറ്റും. കാരണം ഡയമെൻഷൻ ഫോർമുല യൂണിറ്റും ബൈ ആണ്. ഓക്കെ. ന്യൂമറിക്കൽ വാല്യൂമായിട്ട് ഡയമെൻഷൻ ഫോർമുലയ്ക്ക് ഒരു ബന്ധവുമില്ല. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? അതിന്റെ യൂണിറ്റ് എന്താണ്? അതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? ഇത് മൂന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്താണ് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി? അതായത് അളക്കാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസിനെ പറഞ്ഞ പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതെങ്ങനെ എഴുതാ? Q ഈക്വൽ ടു NU. അപ്പൊ ആരുണ്ടാവും? ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും, യൂണിറ്റ് ഉണ്ടാവും. യൂണിറ്റ് എന്താണ്? ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഒരു സ്റ്റാൻഡേർഡ് എമൗണ്ട് ആണെന്ത്? ഈ പറഞ്ഞ യൂണിറ്റ്. ഓക്കെ. ഈ യൂണിറ്റ് ആണോ ഡയമെൻഷൻ ഫോർമുല? അല്ല. ഈ പറഞ്ഞിരിക്കുന്ന യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. ഓക്കെ. യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്ററുകളല്ല ഡയമെൻഷൻ ഫോർമുല ഉപയോഗിക്കുക. അതിനകത്ത് ആരാണെന്ന് കാണിക്കാൻ വേണ്ടി പ്രത്യേകം ആ ലെറ്ററുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? ആ ലെറ്ററുകൾ കൊടുത്തിട്ട് നമ്മൾ യൂണിറ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഡയമെൻഷൻ ഫോർമുല. ആ ഡയമെൻഷൻ ഫോർമുലയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ശ്രദ്ധിക്കുക. അടുത്ത് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരാളെ പറയാൻ വേണ്ടി പോവാണ്. ആക്സിലറേഷൻ. ആക്സിലറേഷൻ നിങ്ങൾ 9th പഠിച്ചതായിരിക്കും. ആക്സിലറേഷൻ മലയാളം വാക്ക് എന്താ? ത്വരണം എന്നല്ലേ പറയാ. അപ്പൊ ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ? V മൈനസ് യു ബൈ ടി എന്നാണ് പറയാ. വി ആരാ? ഫൈനൽ വെലോസിറ്റി. യു ആരാണ്? ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ. ടി ആരാണ്? ടൈം. അറിയാലോ. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അതായിരുന്നു ആര്? ആക്സിലറേഷൻ. ഇപ്പൊ നമ്മൾ ആക്സിലറേഷനെ എന്ത് കാണാൻ വേണ്ടി പോണ്? ഡയമെൻഷൻ ഫോർമുല കാണാൻ വേണ്ടി പോണ്. എല്ലാരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ ചില കുനിഷ്ടുകളുണ്ട്. ഓക്കെ. ഈ വി എന്ന് പറഞ്ഞ ആരാ? വെലോസിറ്റിയാണ്. ഫൈനൽ വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല എന്തായിരുന്നു? നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച് വെച്ചതാണ്. വെലോസിറ്റിയുടെയും സ്പീഡിന്റെയും ഡയമെൻഷൻ ഫോർമുല എൽ ടി റേസ് ടു -1 ആണ്. നോക്കൂ. അപ്പൊ ഈ വിക്ക് എന്ത് കൊടുത്തു ഞാൻ? എൽ ടി റേസ് ടു -1 മൈനസ് യു ആരാണ്? ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അതും വെലോസിറ്റിയാണ്. അതിന്റെ ഫോർമുല ഇത് തന്നെയല്ലേ? എൽ ടി റേസ് ടു -1 ഡിവൈഡ് ബൈ ടി. ഇങ്ങനെ ചെയ്തു. എൽ ടി റേസ് ടു -1 മൈനസ് എൽ ടി റേസ് ടു -1 ഡിവൈഡ് ബൈ ടി. ഓക്കെ. ഇനി നിങ്ങൾ എന്താ ആൻസർ ആവാൻ പ്രതീക്ഷിക്കുക? 0 മുകളില് ആണോ?
0/t. ഇതാണ് നിങ്ങൾ പ്രതീക്ഷിച്ച ആൻസർ. അപ്പൊ എന്താ ആൻസർ കിട്ടും? 0. ശരിയാണത്? അല്ല. കാരണം LT⁻⁻1 മൈനസ് LT⁻⁻1 എന്ന് പറഞ്ഞാൽ അത് LT⁻⁻1 തന്നെയാണ് ഡിവൈഡ് ബൈ ടി. ഓക്കെ, അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ടി മോളിൽ പോകുമ്പോൾ LT⁻⁻1 ഇൻറ്റു T⁻⁻1. അപ്പൊ എന്ത് കിട്ടും? LT⁻². ഇതാണ് ആക്സലറേഷൻ ഡയമെൻഷൻ ഫോർമുല. അതിന്റെ യൂണിറ്റ് ഓർമ്മയുണ്ടോ? മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്നായിരുന്നു. അപ്പൊ എന്ത് കിട്ടും? L/t² അഥവാ LT⁻². എന്ന് കിട്ടും. ഇനിയാണ് ഞാൻ ആ കാര്യം പറഞ്ഞതിന് വേണ്ടി പോണത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ അതിന് ആരുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ? യൂണിറ്റുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ന്യൂമറിക്കൽ വാല്യൂമായിട്ടൊരു ബന്ധമില്ല. അപ്പൊ ഒരു യൂണിറ്റിൽ നിന്ന് അതേ യൂണിറ്റ് കുറച്ചാൽ കിട്ടാൻ പോണ എന്താ? അതേ യൂണിറ്റ് ആണ്. ഓക്കെ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിന്ന് അതേ ഫിസിക്കൽ ക്വാണ്ടിറ്റി കുറച്ചാൽ കിട്ടാൻ പോണ എന്താ? അതേ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ നോക്കിക്കോട്ടോ. ഇപ്പോ 7 മീറ്റർ/സെക്കൻഡ് മൈനസ് 3 മീറ്റർ/സെക്കൻഡ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 4 മീറ്റർ/സെക്കൻഡ് എന്നല്ലേ കിട്ടിയത്. ഇതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്തായിരുന്നു? ഇതൊരു വെലോസിറ്റി ആണ്. ഇതിന്റെ ഡയമെൻഷൻ ഫോർമുല LT⁻⁻1. ഇതാരാ? ഇതും ഒരു വെലോസിറ്റി ആണ്, LT⁻⁻1. അപ്പൊ കിട്ടാൻ പോയത് ആരാ? 4 മീറ്റർ/സെക്കൻഡ്. അതാരാ? അത് വെലോസിറ്റി ആണ്. അതിന്റെ ഫോർമുലയോ LT⁻⁻1. അതാണ് ഞാൻ പറഞ്ഞത്. LT⁻⁻1 മൈനസ് LT⁻⁻1 ഈക്വൽ ടു എന്ത് കിട്ടി? LT⁻⁻1. അതാണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. LT⁻⁻1 മൈനസ് LT⁻⁻1 എന്ത് കിട്ടി? LT⁻⁻1. അതേ ഇപ്പൊ നമ്മൾ അഡീഷണൽ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ നോക്കട്ടോ, ഒരു 3 മീറ്റർ/സെക്കൻഡ് പ്ലസ് 4 മീറ്റർ/സെക്കൻഡ് ഈക്വൽ ടു ആരായിരിക്കും? 7 മീറ്റർ/സെക്കൻഡ്. ഈ നമ്പർ ഇവിടെ വല്ല പ്രസക്തി ഉണ്ടോ? ഇല്ല, നമ്പറിന് ഒരു പ്രസക്തി ഇല്ല. ഇത് വെലോസിറ്റി ആണ്. ഏത് വെലോസിറ്റി ആയാലും അതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താ? LT⁻⁻1. ഇത് വേറൊരു വെലോസിറ്റിയാണ്, LT⁻⁻1. ഇത് വേറൊരു വെലോസിറ്റിയാണ്, LT⁻⁻1. അപ്പൊ LT⁻⁻1 പ്ലസ് LT⁻⁻1 എന്താ? LT⁻⁻1. LT⁻⁻1 മൈനസ് LT⁻⁻1 എന്താ? LT⁻⁻1. ഓക്കെ, അപ്പൊ ഒരേ ഡയമെൻഷൻ ഫോർമുല ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും വി ഗെറ്റ് ദ സെയിം ഡയമെൻഷൻ ഫോർമുല. ഐഡിയ മനസ്സിലായോ? അതാണ് ഞാൻ അവിടെ ചെയ്തത്. അപ്പൊ പലരും വിചാരിക്കും ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ആയി പോകുമല്ലോ. ഒരിക്കലും 0 ആവില്ല. ഇവിടെ ട്രിക്ക് മനസ്സിലാക്കുക. LT⁻⁻1 മൈനസ് LT⁻⁻1 ഈക്വൽ ടു LT⁻⁻1 ഡിവൈഡ് ബൈ ടി. ടി മോളിൽ പോകുന്നു. ഇവിടെ എന്ത് കിട്ടും? നമുക്ക് പറയാലോ x⁻⁴ ഇൻറ്റു x⁻b എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാ? x⁻a പ്ലസ് b എന്നല്ലേ ചെയ്യാ? അതാണ് ഞാൻ ഇവിടെ ചെയ്തത്. T⁻⁻1 പ്ലസ് T⁻⁻1 T⁻⁻1 പ്ലസ് -1 എന്ന് പറഞ്ഞത്രയായിരിക്കും T⁻⁻2. ഓക്കെ, ഇനി ഞാൻ ഇപ്പൊ പറഞ്ഞ സംഭവം ഒന്ന് എഴുതിത്തരാം. നോക്കട്ടോ. ഇൻ ഡയമെൻഷണൽ അനാലിസിസ് L plus L equal to L and L minus L equal to L. ഇതൊരു തിയറിയാണ്. ഡയമെൻഷൻ അനാലിസിന് ഇങ്ങനെ ചില തിയറികളുണ്ട്. L plus L equal to L ആണ്, L minus L equal to L ആണ്. നോക്കട്ടോ. If we add or subtract same dimensional formula we get same dimensional formula. നമ്മള് ഒരേപോലത്തെ ഡയമെൻഷൻ ഫോർമുല ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്യാനും കിട്ടുന്ന എന്തായിരിക്കും? അതേപോലത്തെ ഡയമെൻഷൻ ഫോർമുല തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഐഡിയ പഠിച്ചു. നോക്കട്ടോ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ഇന്ന് ഡയമെൻഷൻ അനാലിസിസ് എന്താന്ന് പറഞ്ഞു. വളരെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാൻ. കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നോക്കിയേ? ആക്സിലറേഷന്റെ ഒരു എക്സ്പ്രഷൻ ആണ് LT⁻². ഇത് കണ്ടാൽ ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ആക്സിലറേഷൻ ആണ്. ഓക്കെ, അതേപോലെ ഡെൻസിറ്റി ml⁻⁻3, വെലോസിറ്റി LT⁻⁻1. അപ്പൊ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡയമെൻഷൻ ഫോർമുല ഉപയോഗിക്കാം. അതിന് ചില പോരായ്മകളൊക്കെ ഉണ്ട്, അത് ഞാൻ പതുക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഒരു റെപ്രസെന്റേഷൻ വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇനി ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഈ ഡയമെൻഷൻ അനാലിസിസ് എന്ന ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലപ്പോഴും ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും?
ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറ്റാൻ പറ്റും. ഒരു ഇക്വേഷൻ അല്ല, ഒരു സിസ്റ്റം, അതായത് SI ടു CGS ഉം CGS ടു SI ഒക്കെ മാറ്റാനും ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് പറ്റും. ഇതൊക്കെ ഞാൻ അടുത്ത സെക്ഷനിൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പഠിപ്പിച്ച ഈ സെക്ഷനിൽ പഠിപ്പിച്ച ഈ ഐഡിയകളെല്ലാം ഓർത്തു വെച്ചാൽ മാത്രമേ അടുത്ത സെക്ഷനിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് വൃത്തിയായിട്ട് വ്യക്തമായിട്ട് ഇന്ന് തന്നെ പഠിച്ചേക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. താങ്ക് യു.